തമാശയായിട്ട് പോലും നിങ്ങൾ തന്നെ നിങ്ങൾക്കെതിരായി സംസാരിക്കരുത്. വാക്കുകൾ ഊർജമുള്ളതാണ്. മനുഷ്യജീവിതം ജനനം മുതൽ മരണം വരെയുള്ള ഒരു മാരത്തോൺ ഓട്ടമാണ് എന്ന് പറയാം. ഈ ഓട്ടത്തിനിടയിൽ എല്ലാവരും ലക്ഷ്യസ്ഥാനത്ത് എത്താറില്ല എന്നും അറിയാമല്ലോ. ഓട്ടം തുടങ്ങുമ്പോൾ തന്നെ തളരുന്നവരും ഓട്ടത്തിനിടയിൽ വീണു പോകുന്നവരും പിന്മാറുന്നവരും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരുമുണ്ട്. ഒപ്പം ഓടുന്നവരെ ചവിട്ടി വീഴ്ത്തി കുതികാൽ വെട്ടി അവരെയൊക്കെ തള്ളി വീഴ്ത്തി അവരെയൊക്കെ ചവിട്ടി മെതിച്ച് പായുന്നവരും ഈ കൂട്ടത്തിലുണ്ടാവും. മനുഷ്യ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാത്തവർ ആരാണുള്ളത്? ഒരാൾക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ മറ്റുള്ളവർ അവരെ കുറ്റപ്പെടുത്തിയേക്കാം. അന്യരുടെ കുറ്റപ്പെടുത്തലുകൾ പേടിച്ച് എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ സ്വയം അപഹസിച്ചും കുറ്റപ്പെടുത്തിയും പറയുന്നത് കേൾക്കാറില്ലേ? ഞാനൊരു നികൃഷ്ടജന്മമായി പോയി, ഇങ്ങനെ ഞാൻ ജനിക്കണ്ടായിരുന്നു, എല്ലാം എൻ്റെ തലവിധി, ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ് അല്ലെങ്കിൽ കൊള്ളരുതാത്തവളാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം പോലും നടക്കുകയില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാകത്തില്ല എന്നൊക്കെ സ്വയം പഴിച്ച് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആകാം. ഇങ്ങനെ അവർ സ്വയം പറയുമ്പോൾ തകരുന്നത് അത് കേട്ടു നിൽക്കുന്ന നമ്മളുടെയൊക്കെ മനസ്സാണ്. ഓരോരുത്തർക്കും നല്ലത് മാത്രം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സുമനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാക്കുകൾ അവരെ വല്ലാതെ പൊള്ളിക്കും. വിഷമങ്ങൾ വരുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുക അല്ലാതെ മറ്റെന്താണ് പോംവഴി എന്നിവർ ചോദിക്കാറുണ്ട്. എന്നാൽ ഇത്തരം വിപരീത വാക്കുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാലോ അത് അവരെ വലിയ പരാജയങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. കാരണം വാക്കുകൾക്ക് എപ്പോഴും നല്ല ശക്തിയുണ്ട്. വാക്കുകൾ ഊർജമാണ്. അതുകൊണ്ടാണല്ലോ നിരന്തരമായി ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നത്. എപ്പോഴും നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക. മറ്റുള്ളവരെക്കുറിച്ചായാലും നമ്മളെക്കുറിച്ചായാലും ഒരിക്കലും വിപരീതമായി സംസാരിക്കാതിരിക്കുക. ശുഭദിനം.